വടക്കാഞ്ചേരിയുടെ കന്നഡ വ്യാപാര രംഗത്ത് വിശ്വസ്ത സേവന പാരമ്പര്യമുള്ള ജോൺസൺ കന്നഡ വ്യാപാരം ഇപ്പോൾ ആധുനിക രീതിയിൽ നവീകരിച്ച ഷോറൂമിൽ തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ പരിശോധന, ഡ്രൈവിംഗ് ലൈസൻസിനായുള്ള സർട്ടിഫിക്കറ്റുകൾ, വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ആന്റി ഗ്ലെയർ ബ്ലൂ കട്ട് ലെൻസുകൾ കുറഞ്ഞ വിലയിൽ, ദിവസവും രാവിലെ 9 മണി മുതൽ രാത്രി 8 മണി വരെ ക്വാളിഫൈഡ് ഒപ്റ്റോമെട്രിസ്റ്റിന്റെ സേവനം, എല്ലാവിധ ബ്രാൻഡഡ് ഫ്രെയിമുകൾ, ലെൻസുകൾ എന്നിവ കുറഞ്ഞ നിരക്കിൽ. ജോൺസൺ കന്നഡ വ്യാപാരം, ജോൺസ് ടവർ, ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം, വടക്കാഞ്ചേരി. ഫോൺ 94963474. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ വിമർശനത്തിൽ പ്രതികരിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. സ്ത്രീ ലംബടന്മാരെ CPIM നിലയ്ക്ക് നിർത്തട്ടെ എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. മുഖ്യമന്ത്രി പീഡകർക്ക് സംരക്ഷണം നൽകുന്നുവെന്നും രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. കോൺഗ്രസിലെ സ്ത്രീലംബടന്മാർ എന്താണ് കാട്ടിക്കൂട്ടുന്നതെന്ന മുഖ്യമന്ത്രിയുടെ വിമർശനത്തിന് രൂക്ഷ ഭാഷയിലായിരുന്നു രമേശ് ചെന്നിത്തലയുടെ മറുപടി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മാതൃകാ നടപടി സ്വീകരിച്ചു. KPCC പ്രസിഡന്റിന് പരാതി ലഭിച്ച തൊട്ടടുത്ത നിമിഷം പരാതി DGPക്ക് നൽകി. അതാണ് ഞങ്ങളും മുഖ്യമന്ത്രിയും തമ്മിലുള്ള വ്യത്യാസം. ഇത്തരം കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ചെലവാകില്ല. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമെന്ന് കണ്ടാണ് ഇത്തരത്തിൽ കള്ളപ്രചരണം നടത്തുന്നത്. സ്ത്രീ ലംബടന്മാരെ CPIM നിലയ്ക്ക് നിർത്തട്ടെ. സ്ത്രീ പീഡനം നടത്തിയ എത്രയോ പേരെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു. ഈ ഇരട്ടത്താപ്പ് ശരിയല്ല, രമേശ് ചെന്നിത്തല പറഞ്ഞു. എല്ലാവർക്കും നിയമം ഒരുപോലെയാകണമെന്നും N പിള്ള നയം സ്വീകരിക്കുന്നത് ശരിയല്ലെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. CPIM മുൻ MLAക്കെതിരെ പരാതി കിട്ടിയിട്ട് 14 ദിവസം കയ്യിൽ വെച്ചയാളാണ് തങ്ങൾക്കെതിരെ പറയുന്നതെന്നും മുഖ്യമന്ത്രി തങ്ങൾക്ക് സാരോപദേശം നൽകേണ്ടെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. സ്വന്തം പാർട്ടിക്കാരെ പറ്റിയുള്ള പരാതികൾ വരുമെന്നാണോ മുഖ്യമന്ത്രി പറയുന്നതെന്നും എത്രയോ പീഡന പരാതികൾ ഒതുക്കി തീർത്തയാളാണ് ഇന്നത്തെ മുഖ്യമന്ത്രിയെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയപ്പോൾ ചെയ്തതൊന്നും തങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. കേരളത്തിലെ ജനങ്ങളെ ശ്രദ്ധിക്കാൻ മുഖ്യമന്ത്രിക്ക് സമയമില്ല. ജനങ്ങളുടെ പണം മുടക്കി വിദേശത്ത് സഞ്ചരിക്കുന്നു. ജനങ്ങൾക്ക് ഒരു പ്രയോജനവും ചെയ്യാത്ത സർക്കാരാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശബരിമല കൊള്ളയിൽ ഉന്നതരെ സംരക്ഷിക്കാനും യഥാർത്ഥ വസ്തുത പറഞ്ഞുകൊണ്ടുവരാതിരിക്കാനും മുഖ്യമന്ത്രി ശ്രമിക്കുകയാണ്. ഇതെല്ലാം ജനങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഇത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. ജനങ്ങൾക്ക് നൽകിയ ഏത് വാഗ്ദാനമാണ് മുഖ്യമന്ത്രി പാലിച്ചതെന്നും നാടിന് എന്ത് മാറ്റമാണ് ഉണ്ടായതെന്നും അദ്ദേഹം ചോദിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ തങ്ങളുടെ പാർട്ടിയിൽ ഇല്ലെന്നും പാർട്ടിയിൽ ഇല്ലാത്ത ഒരാളെ കുറിച്ച് എന്ത് പറയാനാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ